എവിടെ വെച്ചാണ് നിങ്ങളുടെ സംഗമം? ഫാമിലി ഹൗസിൽ തന്നെ. അപ്പൊ എനിക്കും പക്ഷെ അറിയില്ലായിരുന്നു. ഇതേ നോക്കി നടക്കായിരുന്നു അല്ലേ? പുള്ളി ശരിക്കും അത് വളരെ സീരിയസ് ആയിട്ട് കൊണ്ടുപോകുന്നത് എനിക്ക് അറിയില്ല. കുറച്ച് കാലമായിട്ട് കൊണ്ട് നടക്കായിരുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ വീട്ടുകാര് വഴിയാണ്, അതായത് ഞങ്ങളുടെ കല്യാണം ഫിക്സ് ചെയ്യുന്ന ഒരു December 31st കല്യാണം കഴിക്കുന്നത് വരുന്ന August 26th. ആ സമയത്ത് ശരിക്കും പറഞ്ഞാല് നമുക്കിങ്ങനെ ഇത് ഫോൺ വിളിക്കാനും നേരിട്ട് കാണാനും ഒക്കെ അവസരം കിട്ടി. അങ്ങനെ ഞങ്ങൾ ശരിക്കും പറഞ്ഞാൽ പുള്ളി ഓൾറെഡി ഇതാണ്. പക്ഷെ എനിക്ക് ഫസ്റ്റ് എന്ന് പറയുമ്പോഴത്തേക്ക് വീട്ടിലേക്ക് എങ്ങനെ ഒരു ലിബറൽ ചിന്താഗതി ഉള്ളവരാണോ അതോ ഇതൊക്കെ? അല്ല, വീട്ടില് ഫാമിലി അറിയാവുന്നവരായതുകൊണ്ട്. താങ്കളുടെ വീട്ടിലെ സാഹചര്യം? എന്റെ വീട്ടിലും ഞാൻ വലിയ പാവാന്ന് വിശ്വസിക്കുന്ന വീട്ടുകാരാണോ? അതൊക്കെ ഉണ്ട്. അങ്ങനെ പറയുകയാണെങ്കിൽ പിന്നെ എനിക്കിപ്പോ ഫസ്റ്റ് ഒരു അനുഭവം എന്ന് പറഞ്ഞാല് ഒരു സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ഞങ്ങളുടെ വീടിന്റെ അടുത്ത് തന്നെയുള്ള ഞങ്ങൾ സ്കൂളിൽ രാവിലെ പോവും വരികയും ചെയ്യുമ്പോൾ ഒരു വീട് കുറച്ചടുത്തായിട്ടൊരു പയ്യനും അവര് കൂട്ടുകാരൊക്കെ ആയിട്ട് ഇങ്ങനെ നിൽക്കും സ്കൂൾ സമയത്ത്. അപ്പൊ ഒരു ദിവസം ഞാൻ തനിച്ചിങ്ങനെ നടന്നതിന്റെ സമയത്ത് പുള്ളി എൻ്റെ അടുത്ത് വന്ന് ചോദിച്ചു പേരെന്താന്ന് ചോദിച്ചു. അത് മാത്രമേ എനിക്ക് ഓർമ്മയുള്ളൂ. ഞാൻ പറപറാതെടുത്ത് ഓടി വീട്ടിൽ വന്നു. എന്റെ വരവൊക്കെ കണ്ട് ഉമ്മയും പപ്പയൊക്കെ പേടിച്ചു പോയി. പക്ഷെ എന്റെ അടുത്ത് ചോദിച്ചിട്ട് എനിക്ക് മിണ്ടാൻ പറ്റണില്ല. അപ്പൊ അവര് വിചാരിച്ച എന്താണെന്നറിയാവോ, എന്തോ ദേഹോപദ്രവം ചെയ്തു. എന്നിട്ട് അപ്പൊ ഞാൻ വീട്ടിലിങ്ങനെ മിണ്ടാൻ പറ്റാണ്ടിങ്ങനെ അവസ്ഥയിലിരിക്കുക. അപ്പൊ വീട്ടിൽ നിന്ന് പപ്പയൊക്കെ പോയിട്ട് അവരുടെ വീട്ടിൽ പോയി ഫയർ ചെയ്തു എന്ന് എനിക്ക് തോന്നുന്നു. അപ്പൊ അതായത് ആ ഒരു കാലഘട്ടം ഞാൻ പറഞ്ഞതാ. ബേസിക്കലി അന്നത്തെ കാലഘട്ടത്തിൽ നമുക്ക് വേറെ മാർഗങ്ങളില്ല, ഇൻസ്റ്റാഗ്രാമോ വാട്സപ്പോ അങ്ങനത്തെ സാഹചര്യങ്ങളൊന്നുമില്ല. ഈ താങ്കളിപ്പം ഞാനൊരു ക്വസ്റ്റ്യൻ ചോദിക്കുക. ഇപ്പൊ ഈ പുതിയ കാലത്തിലായിരുന്നു താങ്കൾ ജീവിച്ചിരുന്നെങ്കിൽ താങ്കൾ ഈ സോഷ്യൽ മീഡിയയും ഈ സാധ്യതകളെല്ലാം ഉണ്ട്, നെറ്റൊക്കെ തരുന്ന എല്ലാ സാധ്യതയും കൺമുന്നിലുണ്ട്. ഒരു പ്രണയേശ്വരൻ എന്നുള്ള നിലയിൽ ഫുൾ റേഞ്ചിൽ ബലസാം. ഇന്നത്തെ കാലഘട്ടത്തിൽ സാർ അതിൻ്റെതായിട്ടുള്ള ഫ്രീഡം ഉണ്ട്, ചൂസ് ചെയ്യാനുള്ള ഫ്രീഡം ഉണ്ട്. അതിലോട്ട് സ്വാഭാവികമായിട്ടും ഞാൻ അതിലോട്ട് മൈഗ്രേറ്റഡ് ആയി പോകുന്ന ഒരു വ്യക്തിയായിട്ട് മാറുമായിരുന്നു. അത് ഇന്നത്തെ സാഹചര്യവും ഇന്ന് നമ്മുടെ ചുറ്റുമുള്ള സാഹചര്യങ്ങൾ നമ്മുടെ ഫ്രണ്ട്സും ഒക്കെ അങ്ങനത്തെ ഒരു ഇതിലോട്ടായിരിക്കും നമ്മൾ ഡയറക്റ്റ് ചെയ്യണം. പക്ഷെ അന്ന് നമുക്ക് ഇങ്ങനത്തെ അവസരങ്ങൾ ഇല്ലാത്തത് കൊണ്ട് നമ്മൾ വളരെ കൺവെൻഷണൽ ആയിട്ടുള്ള മെത്തേഡ്സ് ഉപയോഗിച്ച് വളരെ കമ്മിറ്റഡ് ആയിട്ടുള്ള ഒരു റിലേഷൻഷിപ്സിലോട്ട് നമ്മൾ പോകാനുള്ള സാധ്യതകൾ കൂടുതലാണ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.